ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എലത്തൂർ നിയോജക മണ്ഡലത്തിലെ പത്രികാ സമർപ്പണത്തിന്റെ സൂക്ഷ്മ പരിശോധനയിൽ നാടകീയ സംഭവങ്ങൾ. മന്ത്രി എ കെ ശശീന്ദ്രന്റെ വിമതനായി മത്സരിക്കുന്നയാളുടെ പത്രിക സ്വീകരിച്ച രസീത് ഒരാൾ തട്ടിയെടുത്ത് കടന്നു കളഞ്ഞു. NCP അജിത് പവാർ വിഭാഗം പ്രതിനിധിയായ ശശീന്ദ്രൻ എന്നയാളുടെ പത്രിക വരണാധികാരി ആദ്യം സ്വീകരിച്ചിരുന്നു. എന്നാൽ ചില എതിർപ്പ് ഉയർന്നതോടെ പുനഃപരിശോധനയ്ക്കായി വീണ്ടും വിളിച്ചു വരുത്തിയപ്പോഴാണ് സംഭവം. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 11 മണിക്ക് സ്ക്രൂട്ടിനി ആയിരുന്നു നോമിനേഷന്റെ എലത്തൂർ മണ്ഡലത്തിന്റെ. അതിന്റെ ഭാഗമായിട്ട് PK ശശീന്ദ്രന്റെ നോമിനേഷന്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നത്. നോമിനേഷൻ കഴിഞ്ഞു. ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റും അതേപോലെ NCP ക്ലോക്ക് ചിഹ്നത്തിലുള്ള രണ്ടും അപ്രൂവ് ചെയ്തതാണ്. രണ്ടും റിട്ടേണിംഗ് ഓഫീസർ അംഗീകരിച്ചു. അതിന്റെ ഭാഗമായിട്ട് റെസിപ്റ്റ് എനിക്ക് തരുന്നതിന് പകരം ഒരു തേർഡ് പേഴ്സണ് റെസിപ്റ്റ് കൊടുക്കുന്നു. അയാൾ അത് എടുത്തുകൊണ്ട് ഓടുന്നു. ഞാൻ റെസിപ്റ്റ് ചോദിച്ചപ്പോൾ അവർ തരുന്നില്ല. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നടന്ന സംഭവം ഇതായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം NCPയുടെ മെയിൻ പാർട്ടിക്ക് അടക്കം നമുക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ക്ലോക്ക് ചിഹ്നം അലോട്ട് ചെയ്ത് തന്നിരിക്കുന്നത്. NCP അത് റെക്കഗ്നൈസ്ഡ് പാർട്ടിയായിട്ട് അംഗീകരിച്ചതാണ്. അതുകൊണ്ട് അത് നമുക്കാണ് തന്നിരിക്കുന്നത്. അതിന്റെ കാൻഡിഡേറ്റാണ് PK ശശീന്ദ്രൻ എന്ത് ചെയ്യുന്നത്, മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തിരിക്കുന്നത്. എല്ലാ പാർട്ടിയിലെയും കാൻഡിഡേറ്റ്സിന്റെ റെപ്രസെന്റേറ്റീവ്സ് അവിടെ ഉണ്ട്. അപ്പോൾ അതിന്റെ ഇടയിൽ പെട്ടെന്നാണ് ഒരു തേർഡ് പേഴ്സൺ പെട്ടെന്ന് കയറി വരുന്നു. ആ നോമിനേഷൻ അക്സെപ്റ്റ് ചെയ്ത റെസിപ്റ്റ് അയാൾ മേടിക്കുന്നു, അയാൾ ഇറങ്ങി ഓടുന്നു. ഇതുവരെ റിട്ടേണിംഗ് ഓഫീസറിനോ ആ കൂട്ടത്തിലുള്ള ആർക്കും അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഞാനിപ്പോൾ റെസിപ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എനിക്ക് ആ റെസിപ്റ്റ് കിട്ടിയാലേ പോകാൻ പറ്റുള്ളൂ. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, നാടകീയമായ സംഭവവികാസങ്ങളാണ് എലത്തൂരിൽ നടന്നത്. ഈ രസീത് തട്ടിയെടുത്തയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ സൂക്ഷ്മ പരിശോധന നടപടികൾ പൂർത്തിയായിട്ടുണ്ടോ? എന്താണ് ഈ അജിത് പവാർ വിഭാഗത്തിന്റെ ഈ രസീത് തട്ടിയെടുത്തു എന്ന് പരാതിപ്പെടുന്ന പ്രതിനിധികളുടെ നിലപാടെന്താണ്? അല്പസമയം മുമ്പാണ് ഈ പത്രികാ സമർപ്പണത്തിന്റെ സൂക്ഷ്മ പരിശോധനയിൽ എലത്തൂരിൽ ചില നാടകീയമായ സംഭവവികാസങ്ങൾ അരങ്ങേറിയത്. നമുക്കറിയാം, ഈ NCPയിൽ 2 വിഭാഗങ്ങളുണ്ട്. അതിൽ ഔദ്യോഗികമായിട്ടുള്ള വിഭാഗം തങ്ങളെന്നാണ് അജിത് പവാർ വിഭാഗം പ്രതിനിധികൾ അവകാശപ്പെടുന്നതെങ്കിലും കേരളത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി ഔദ്യോഗിക വിഭാഗമായി പ്രവർത്തിക്കുന്നത് AK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകുന്ന, തോമസ് കെ തോമസ് ഉൾപ്പെടെയുള്ള നേതൃത്വം നൽകുന്ന NCP ആണ്. പക്ഷേ അതിനിടെയാണ് ഇത്തരം ചില രാഷ്ട്രീയ സംഭവവികാസങ്ങൾ, മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് 2 വിഭാഗങ്ങൾ ചേരിതിരിഞ്ഞ് കേരളത്തിലും ഇത്ര രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉള്ളത്. MS അനീഷ് കുമാറിലേക്ക് വീണ്ടും. അനീഷ്, എന്താണ് സംഭവിച്ചത് അവിടെ? ഇന്ന് രാവിലെ 11 മണി മുതൽ എലത്തൂർ നിയോജക മണ്ഡലം അടക്കമുള്ള ഇടങ്ങളുടെ സൂക്ഷ്മ പരിശോധന കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ നടന്നു വരികയായിരുന്നു. എല്ലാ വിഭാഗം ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസിലായിരുന്നു ഈ പരിശോധന. അദ്ദേഹമാണ് എലത്തൂർ നിയോജക മണ്ഡലത്തിലെ ഭരണാധികാരി. അവിടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വന്നപ്പോൾ ഈ NCPയിലെ 2 വിഭാഗങ്ങളും പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഒന്ന് വർഷങ്ങളായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന AK ശശീന്ദ്രനാണ്. മറ്റൊന്ന് CK ശശീന്ദ്രൻ എന്ന ആൾ. നമുക്കറിയാം, ഈ NCP പാർട്ടി 2ആയി പിളരുകയും അജിത് പവാർ പക്ഷവും ശരത് പവാർ പക്ഷവുമായി നിലനിൽക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ശരത് പവാർ പക്ഷത്താണ് ഈ AK ശശീന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ പത്രിക ആ പാർട്ടിയുടെ പേരിലാണ് നൽകിയിരുന്നത്. എന്നാൽ മറുവശത്ത് CK ശശീന്ദ്രൻ എന്ന ആൾ അജിത് പവാർ പക്ഷം, അതായത് ഔദ്യോഗിക NCP വിഭാഗത്തിന്റെ പ്രതിനിധിയാണ് പത്രിക നൽകിയത്. അദ്ദേഹത്തിന് പാർട്ടിയുടെ ചിഹ്നമായ ദേശീയ തലത്തിലുള്ള പാർട്ടിയാണ് NCP. അതിന്റെ ചിഹ്നമായ ക്ലോക്ക് അനുവദിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായി എലത്തൂരിൽ ക്ലോക്ക് ചിഹ്നത്തിലാണ് AK ശശീന്ദ്രൻ മത്സരിച്ചത്. എന്നാൽ ശശീന്ദ്രൻ എന്ന പേരുള്ള NCPയുടെ സ്ഥാനാർത്ഥിയായ മറ്റൊരാൾ ക്ലോക്ക് ചിഹ്നത്തിൽ തന്നെ അവിടെ മത്സരിക്കുന്നത് അദ്ദേഹത്തിന് ഈ AK ശശീന്ദ്രൻ വിഭാഗത്തിന് വലിയ തിരിച്ചടി നൽകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും സൂക്ഷ്മ പരിശോധനയിൽ ഈ പത്രികകൾ എല്ലാം സ്വീകരിച്ചു. അതായത് AK ശശീന്ദ്രൻ നൽകിയ പത്രിക സ്വീകരിച്ചു. ഔദ്യോഗിക വിഭാഗം നൽകിയ 2 പത്രികകൾ, ഒരാൾ സ്വതന്ത്ര ചിഹ്നത്തിന്റെ പേരിലും മറ്റൊന്ന് NCPയുടെ പേരിലും നൽകി. ആ 2 പത്രികകളും സ്വീകരിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് പരാതിയുമായി AK ശശീന്ദ്രൻ വിഭാഗം രംഗത്തെത്തുകയും വീണ്ടും ഈ പത്രിക സൂക്ഷ്മ പരിശോധന നടത്തണമെന്ന ആവശ്യം ഉയരുകയും ചെയ്തു. ഇതേ തുടർന്നാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് വീണ്ടും പത്രികകൾ എത്തിക്കുകയും റിട്ടേണിംഗ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ ആ പരിശോധനകൾ നടക്കുകയും ചെയ്തത്. ഇതിനിടയിലാണ് നേരത്തെ പരിശോധന നടത്തി ഈ പത്രിക
സ്വീകരിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള രസീത് നൽകിയിരുന്നു. ആ രസീതുകളും പത്രികകളും അടക്കമാണ് വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കാൻ എടുത്തത്. ആ സമയത്താണ് അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ ഈ റെസിപ്റ്റുമായി, അതായത് ഈ ഔദ്യോഗിക പക്ഷത്തിന്റെ പത്രിക സ്വീകരിച്ചു എന്ന് കാട്ടിയുള്ള റെസിപ്റ്റുമായി സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടത്. തങ്ങൾക്ക് ഇവരുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് AK ശശീന്ദ്രൻ പക്ഷം പറയുന്നത്. മറുവശത്ത് NCPയുടെ ഔദ്യോഗിക വിഭാഗം, അതായത് ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ആളുകൾ പറയുന്നത് തങ്ങൾക്കും ഈ പത്രികയുടെ റെസിപ്റ്റുമായി പോയ ആളെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ല എന്നാണ്. അങ്ങനെ ആരാണ് ഈ കൗണ്ടർ ഫയൽ കൊണ്ടുപോയതെന്ന ഒരു ധാരണയുമില്ല. എന്തായാലും ഈ പത്രിക സ്വീകരിക്കുമ്പോൾ അതിന്റെ ഒരു പ്രാഥമിക തെളിവെന്നത് ഈ റെസിപ്റ്റാണ്. ഇത് സ്വീകരിച്ചുകൊണ്ടുള്ള റെസിപ്റ്റാണ്. അത് ലഭിക്കാതെ തങ്ങളുടെ പത്രിക സ്വീകരിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഒരു ഔദ്യോഗിക രേഖ തങ്ങൾക്ക് ലഭ്യമാകുന്നില്ല എന്നാണ് ഇപ്പോൾ NCP വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ അഭിഭാഷകനും മറ്റും പറയുന്നത്. അദ്ദേഹം ഏതാനും മണിക്കൂറുകളായി തന്നെ ആ റെസിപ്റ്റ് കൈപ്പറ്റുന്നതിനായി ഇവിടെ നിൽക്കുകയാണ്. എന്തായാലും ഓടിപ്പോയ ആള് ആരാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് ആളെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പോലീസ് അടക്കം കളക്ടറേറ്റിൽ എത്തിയിട്ടുണ്ട്. വരണാധികാരി, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരുമായി ചില ആശയവിനിമയങ്ങൾ, കൂടിക്കാഴ്ചകൾ എന്നിവ നടത്തുന്നുണ്ട്. എന്തായാലും ആ ഒരു ചർച്ചകൾക്ക് ശേഷമാവും എന്ത് നടപടിക്രമങ്ങളാണ് ഇതിൽ കൈക്കൊള്ളേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെത്തുക. എന്തായാലും പത്രിക ഇതിനകം തന്നെ അംഗീകരിച്ച സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ മറുപക്ഷത്ത് തങ്ങളുടെ പത്രിക അംഗീകരിച്ചു എന്നതിന്റെ ഏറ്റവും ആധികാരിക രേഖയാണ് ഈ ഒറിജിനൽ രസീത്. അത് ലഭിച്ചാലേ തങ്ങളുടെ ഒരു ഉറപ്പ് ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. എന്തായാലും ചർച്ചകൾ നടക്കുകയാണ്. ചർച്ചയ്ക്കൊടുവിൽ ഈ സംബന്ധിച്ചൊരു തീരുമാനം പ്രഖ്യാപിക്കും. ഒപ്പം ഈ റെസിപ്റ്റ് മോഷ്ടിച്ച് കടന്നു കളഞ്ഞ ആളെ കുറിച്ച് അന്വേഷിക്കാനായി CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് ആളെ കണ്ടെത്താനുള്ള ഒരു നീക്കങ്ങളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ പരാതി പോലീസിന് നൽകിയേക്കും. എന്തെങ്കിലും സൂചനകളുണ്ടോ? ആരാണ് ഈ രസീത് എടുത്തുകൊണ്ട് പോയതെന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ? ഇയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരാണോ? എന്താണ് ഈ അജിത് പവാർ വിഭാഗം ഉന്നയിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് പരാതിയിൽ ഉന്നയിക്കുന്ന കാര്യം? നമുക്ക് അക്കാര്യത്തിലൊരു കൃത്യമായ ഒരു നിഗമനത്തിലെത്താൻ കഴിയുന്നില്ല. പക്ഷെ നമുക്കറിയാം ഒരു രാഷ്ട്രീയ വൈര്യതം ഇതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ 3 തവണയായി ഈ 15 വർഷത്തോളമായി ഒരേ ചിഹ്നത്തിൽ AK ശശീന്ദ്രൻ എലത്തൂരിൽ നിന്നും മത്സരിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ക്ലോക്ക് ചിഹ്നമാണ് ഉള്ളത്, മത്സരിച്ചിരുന്നത്. പക്ഷെ ഇത്തവണ അദ്ദേഹത്തിന് ക്ലോക്ക് ചിഹ്നം നഷ്ടമാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒപ്പം മറുവശത്തുള്ള ഈ വിമതനായ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഔദ്യോഗിക പക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുടെ പേരും ഈ ശശീന്ദ്രൻ എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ വോട്ടർമാർക്ക്, അതായത് പതിവായി AK ശശീന്ദ്രന് വോട്ട് ചെയ്ത ആളുകളിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ഇത് ഇടവരും എന്ന് മനസ്സിലാക്കാം. പ്രത്യേകിച്ചും പ്രായമുള്ള ആളുകൾ അടക്കമുള്ളവർക്ക് വളരെ പരിചിതനായ സ്ഥാനാർത്ഥിയാണ് AK ശശീന്ദ്രൻ. ഒപ്പം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് എലത്തൂർ. ഓരോ വർഷവും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കൂടി തന്നെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ചിഹ്നം മാറി മത്സരിക്കുന്നത് വിജയസാധ്യതകളെ വലിയ കാര്യമായി ബാധിക്കും എന്ന് ഉറപ്പാണ്. ഒപ്പം മണ്ഡലത്തിലെ പരിചിതരായ ആളുകൾക്ക് AK ശശീന്ദ്രനെ അറിയാവുന്നവർക്ക് അദ്ദേഹത്തിന്റെ പേരും ഒപ്പം അദ്ദേഹത്തിന്റെ വർഷങ്ങളായി ഉപയോഗിക്കുന്ന തെരഞ്ഞെടുപ്പ് ചിഹ്നം കൂടി ഉപയോഗിച്ച് മറ്റൊരാൾ മത്സരിക്കുമ്പോൾ അത് തികഞ്ഞ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ തന്നെയാണോ ഈ റെസിപ്റ്റ് മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളഞ്ഞത് നമുക്കിപ്പോൾ ഉറപ്പ് പറയാൻ കഴിയില്ല. ആരാണ് ഇത് ചെയ്തത് എന്നതിനെ കുറിച്ചൊരു കൃത്യമായ ചിത്രം ഇപ്പോഴും പറയാൻ കഴിയില്ല. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തിയാവും ഒരു തീരുമാനമെടുക്കുക. പ്രാഥമികമായ പരിശോധനകൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ട് അല്പസമയത്തിനുള്ളിൽ ഒരു വ്യക്തത ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ലഭിക്കും എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഈ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ അനീഷേ? പത്രിക സൂക്ഷ്മ പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യമായ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം AK ശശീന്ദ്രന്റെയും ഒപ്പം അവിടെ മത്സരിക്കുന്ന വിദ്യാ ബാലകൃഷ്ണൻ എന്ന UDF സ്ഥാനാർത്ഥിയുടെയും മറ്റ് 2 പത്രികകൾ, അതായത് CK ശശീന്ദ്രൻ ഒപ്പം അദ്ദേഹം സ്വതന്ത്രനായി നൽകിയിരിക്കുന്ന പത്രിക, അങ്ങനെ 2 പത്രികയാണ് ഈ ഔദ്യോഗിക പക്ഷമെന്ന് വിശേഷിപ്പിക്കുന്ന ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിക്കാൻ പത്രിക നൽകിയിരിക്കുന്ന NCPക്കാർ ആവശ്യപ്പെടുന്നത്. എന്തായാലും അത് ഈ പത്രികാ സമർപ്പണ വേളയിൽ അത് കാര്യമായ ഒരു അലോസരങ്ങൾ ഉണ്ടാക്കിയില്ല. കാരണം ഈ വിഭജനത്തിന് ശേഷം അല്ലെങ്കിൽ 2ആയി പിരിഞ്ഞ ശേഷം ശരത് പവാർ പക്ഷത്തിന് ക്ലോക്ക് ചിഹ്നം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അവർ 2 തെരഞ്ഞെടുപ്പുകളിൽ, ഒന്ന് മഹാരാഷ്ട്രയിലും പിന്നീട് ഒന്ന്
നാഗാലാൻഡിലും. ആ 2 തെരഞ്ഞെടുപ്പുകളിലും ഈ ശരത് പവാർ പക്ഷം മത്സരിച്ചിരുന്നു. അന്ന് രണ്ടിടത്തും അവരെ ഒരു രജിസ്റ്റേർഡ് പാർട്ടി എന്ന രീതിയിലാണ് അംഗീകരിച്ചിരുന്നത്. നമുക്കറിയാം 3 തരം പാർട്ടികളുണ്ട്. ഒന്ന് നമുക്കറിയാം 3 തരം പാർട്ടികളുണ്ട്. ഒന്ന് രജിസ്റ്റേർഡായ നാഷണൽ പാർട്ടികൾ, ദേശീയ പാർട്ടികൾ, അതായത് BJP, CPM, കോൺഗ്രസ് ഒക്കെ പോലുള്ള ദേശീയ പാർട്ടികളുണ്ട്. 2 സംസ്ഥാനത്ത് മാത്രം ഉള്ള പാർട്ടികളുണ്ട്. RMP പോലെയുള്ള അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പോലെയുള്ള പാർട്ടികളൊക്കെ സംസ്ഥാന പാർട്ടികളാണ്. ഇതിനൊപ്പമാണ് രജിസ്റ്റേർഡ് പാർട്ടികൾ എന്ന ഒരു വിഭാഗമുള്ളത്. NCPയുടെ ഈ ശരത് പവാർ പക്ഷം, SP പക്ഷം അത്തരത്തിലുള്ള രജിസ്റ്റേർഡ് പാർട്ടി എന്ന രീതിയിലാണ് കണക്കാക്കിയിരിക്കുന്നത്. അവർ ഈ മഹാരാഷ്ട്രയിലും നാഗാലാൻഡിലുമൊക്കെ SP എന്ന പേരിൽ തന്നെയാണ് മത്സരിക്കുകയും ചെയ്ത് അവർ അവിടെ ചില ചിഹ്നങ്ങളൊക്കെ വാങ്ങിയിരുന്നു. ഒരുപക്ഷെ അവർക്ക് ആ ചിഹ്നം അവകാശപ്പെടാൻ കഴിയുകയും ചെയ്തു. പക്ഷേ അവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ NCP കേരളത്തിൽ മത്സരിച്ചിരുന്നത് ആ ക്ലോക്ക് ചിഹ്നത്തിലാണ്. AK ശശീന്ദ്രനടക്കം വലിയ വിജയങ്ങൾ നേടിയത് ആ ക്ലോക്ക് ചിഹ്നത്തിലാണ്. അതുകൊണ്ട് ആ ക്ലോക്ക് ചിഹ്നം നഷ്ടപ്പെടും എന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. പക്ഷേ സൂക്ഷ്മ പരിശോധനാ സമയത്ത് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഉന്നയിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ അവർ ആ കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞ് ഈ പത്രികയെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ ഈ പത്രിക സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാവും ഒരുപക്ഷെ ഈ തങ്ങൾക്ക് പറ്റിയ ഒരു പിഴവിനെ പറ്റി, അല്ലെങ്കിൽ തങ്ങൾക്ക് ഈ സ്ഥാനാർത്ഥി പത്രിക അംഗീകാരം നൽകിയതിലൂടെ വരാൻ പോകുന്ന തിരിച്ചടിയെക്കുറിച്ച് AK ശശീന്ദ്രന്റെ വിഭാഗത്തിനൊരു പുനർചിന്തനം ഉണ്ടായതെന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. എന്തായാലും അത്തരം ഒരു സാഹചര്യത്തിലാണ് അവർ വീണ്ടും പത്രിക ഒന്നുകൂടി സൂക്ഷ്മ പരിശോധന നടത്തണം, അതിന്റെ രേഖകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഔദ്യോഗികമായ വിപ്പ് നൽകി, അല്ലെങ്കിൽ ഒരു ഓതറൈസേഷൻ കൊടുക്കും. ഈ പാർട്ടികളുടെ സംസ്ഥാന അധ്യക്ഷന്മാർ, ദേശീയ അധ്യക്ഷന്മാരുടെ ഒരു പിന്തുണക്കുറിപ്പൊക്കെ ഉണ്ട്. അത്തരം രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞോ എന്നടക്കമുള്ള ഒരു വിശദമായ പരിശോധനകൾ വേണമെന്ന് വീണ്ടും ആവശ്യപ്പെടുകയായിരുന്നു. അതേ തുടർന്നാണ് വീണ്ടും പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്കായി എത്തിച്ചത്. ആ സമയത്താണ് ഈ കൗണ്ടർ ഫോയിൽ, അല്ലെങ്കിൽ നേരത്തെ പത്രിക സ്വീകരിച്ചുകൊണ്ടുള്ള രസീതുമായി ആൾ കടന്നു കളഞ്ഞത്. എന്തായാലും ആൾ ആരാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ചിത്രം വ്യക്തമല്ല. AK ശശീന്ദ്രൻ വിഭാഗം പറയുന്നത് തങ്ങൾക്ക് അത്തരത്തിൽ ഈ റെസിപ്റ്റ് മോഷ്ടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല, മത്സരത്തിനാണ് തങ്ങൾ ഇരിക്കുന്നത്. തങ്ങളുടെ സ്ഥാനാർത്ഥിയെ വളരെ വർഷങ്ങളായി തന്നെ നാട്ടുകാർക്ക് അറിയാവുന്ന ആളാണ്. ചിഹ്നമോ മറ്റു പേരിലോ ഒന്നും കാര്യമില്ല. കാരണം പിളർപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ ക്ലോക്ക് ചിഹ്നം അജിത് പവാർ പക്ഷത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇടതുപക്ഷത്തിന്റെ പേരിലാണ് തങ്ങൾ മത്സരിക്കുന്നത്. അതുകൊണ്ട് ആളുകളെയും പേരുമൊക്കെ നാട്ടുകാർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരം ഈ രസീത് അടിച്ചു മാറ്റി പോകേണ്ട ആവശ്യമൊന്നും തങ്ങൾക്കില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഒരു നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് നടന്നത് നമുക്ക് പറയേണ്ടി വരും. പതിവില്ലാത്ത, അല്ലെങ്കിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ളൊരു സംഭവമാണ്. ജാതനായ ഒരാൾ വരുന്നു. നാടകീയമായ സംഭവങ്ങളാണ് കോഴിക്കോട് എലത്തൂരിൽ നടന്നത്. സൂക്ഷ്മ പരിശോധനയ്ക്കിടെ സ്ഥാനാർത്ഥിയുടെ, അതായത് AK ശശീന്ദ്രന് റിബലായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ രസീത് തട്ടിയെടുത്തെന്നാണ് പരാതി. പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. CCTVകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.